മഹാനായ സദ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, നിങ്ങളുടെ സ്വലാത്തുകൾ എൻ്റെ മേൽ നിങ്ങൾ അധികമായിട്ട് പറയട്, നിങ്ങളുടെ സ്വലാത്തുകൾ അധികമായിട്ട് പറയട്. പെരുമാതുറയിലെ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് പറയുന്നവരുടെ സ്വലാത്ത് എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും സ്വഹാബ. സാധാരണ ദിവസം പോലെയല്ല. ഇന്നിവിടെ ഇരുന്നിട്ട് നിങ്ങളൊരു സലാത്ത് പറഞ്ഞാൽ മലക്കുകൾ കൊണ്ടുപോവുകയാണ്. മദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് മലക്കുകൾ കൊണ്ടുപോയിട്ട് പറയുകയാ, നബിയേ, ഇന്ന മനുഷ്യൻ അങ്ങയുടെ പേര് സ്വലാത്ത് പറഞ്ഞിരിക്കുകയാ. സ്വലാത്ത് മലക്കുകൾ അവിടെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഒരാൾ ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുവരുമ്പോ കേൾക്കുമോ നബിയേ, മണ്ണ് വസ്ത്രങ്ങളെ നുരുമ്പിച്ചു പോകുന്നത് പോലെ, വസ്ത്രങ്ങളെ നുരുമ്പി പോകുന്നത് പോലെ അങ്ങ് നുരുമ്പി പോകുമോ? അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞു, ഇല്ല സ്വഹാബ, പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് പറഞ്ഞാൽ അതിന് വല്ലാത്ത മഹത്വമാ. എന്തിനാ മടി കാണിക്കുന്നത്? എന്തിനാ മടി കാണിക്കുന്നത്? 10,000 പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം പറയാൻ പറ്റുമോ? ഒരു 10 സ്വലാത്ത് പറയാൻ പറ്റുമോ? എന്തേ ഇത്ര മടി? എന്തേ പെങ്ങള്? എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ നിനക്കൊരു 10 സ്വലാത്ത് പറയാൻ കഴിയുമോ? നിസാര സമയം മതിയല്ലോ മോനെ. വെറുതെ ഇരിക്കുന്ന സമയത്ത്, പള്ളിയിലേക്ക് വരുന്ന സമയത്ത്, വണ്ടിയിൽ സഞ്ചരിക്കുന്ന സമയത്ത്, എപ്പോഴെങ്കിലും ഒരു ദിവസം നിനക്ക് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയാൻ കഴിയുമോ? എന്താണ് പ്രതിഫലമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആരാ കടന്നു വരുന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ മേൽ സ്വലാത്ത് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 100 പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 10 നിനക്ക് പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ഇന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേൽ സ്വലാത്ത് പറയുന്നവനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അവന്റെ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? അങ്ങയുടെ മേൽ സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അവനെ വേദനിപ്പിക്കില്ല നബിയേ, അവനെ ഒരുപാട് പ്രയാസപ്പെടുത്തില്ല നബിയേ. എങ്ങനെയാണ് റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? മരണം എന്തായാലും നമ്മളെ ഒരു ദിവസം തേടി വരുമല്ലോ. വല്ലാത്ത വേദനയാ വാപ്പാ. നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, നീ കരുതുന്നത് പോലെയല്ല. കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുത്തട്ടി ഇടുമ്പോ നിന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് കോഴി കാലിട്ടടിക്കുമല്ലോ, ചിറകിട്ടടിക്കുമല്ലോ, തലയിട്ടടിക്കുമല്ലോ. രസിച്ച് കാണുന്ന ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണത് കാലിട്ടടിക്കുന്നത്? എന്തുകൊണ്ടാണത് ചിറകിട്ടടിക്കുന്നത്? എടാ, നിനക്ക് ബോധമില്ല. മരണവേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാ, മരണവേദന താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് പോത്തിനറുത്ത് തറയിലിടുമ്പോ അത് കൈകാലിട്ട് പിളയുന്നത് കാണുമല്ലോ. എന്തുകൊണ്ടാ നീ ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിന് ദാഇഖത്തുൽ മൗത്ത്,
മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാടാ ചെറുപ്പക്കാരാ. അല്ലയാ പറഞ്ഞത് മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന്. അതുകൊണ്ട് ആ വേദന സഹിക്കാൻ കഴിയാതെ അത് കിടന്ന് പിടയുമ്പോ മരിച്ചു കിടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? മുഖമെല്ലാം കറുത്തിട്ട് കണ്ണ് തെള്ളിയിട്ട് പടച്ചവനെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് കിടക്കുന്ന എത്രയോ പേരെ കണ്ടവരാ ചെറുപ്പക്കാരാ. എന്തുകൊണ്ടാടാ നിനക്ക് ബോധമില്ലാതെ പോയത്? എന്തുകൊണ്ടാ നീ ചിന്തിക്കാത്തത്? കഫാബിൽ മൗതി വായിലാ. സിറാജ് 2 മണിക്കൂർ വാഴ്ന്നു പറയുന്നതിനേക്കാളും നല്ലത് മയ്യത്ത് കാണുന്നതാടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു ദിവസം നിനക്കൊരു 10 സ്വലാത്ത് പറയാകടില്ല. അല്ലാഹുവേ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഞാൻ അവളെ വേദനിപ്പിക്കില്ല നബിയേ. എങ്ങനെയാ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? അന അക്ബിദു റൂഹഹു കമാ അക്ബിദുൽ അർവാഹുൽ അംബിയാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, എങ്ങനെയാണ് നിന്റെ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? ആദം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, നൂഹ് നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ഇബ്രാഹിം നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, മൂസാ നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, ദാവൂദ് നബിയുടെ റൂഹ് പിടിച്ചതുപോലെ, യാക്കൂബ് നബിയുടെ റൂഹ് പിടിച്ചതുപോലെ. അല്ലാഹുവേ, ലോകത്ത് കിടന്നു വന്ന 1,24,000 പരം പ്രവാചകന്മാർ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിച്ചതുപോലെ ഞാൻ വേദനിപ്പിക്കില്ല നബിയേ. അല്ലാഹ്, എണ്ണയ്ക്കകത്ത് നൂലിട്ടിട്ട് നമ്മൾ വലിച്ചെടുക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, മരണവേദന കുറയുമടാ, മരണവേദന കുറയുമടാ. അന അക്ബിദു റൂഹഹു കമാ അക്ബിദുൽ അർവാഹുൽ അംബിയാ. നിന്റെ റൂഹ് പിടിക്കുന്ന രംഗം അസ്റായിൽ പറഞ്ഞു കൊടുക്കുകയാ. ഇന്നിവിടുന്ന് പിരിയുന്നതിന് മുമ്പ് ഒരു 10 സ്വലാത്ത് പറയുമോ വാപ്പാ? മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ഞാൻ മറക്കില്ല നബിയേ, ഞാൻ മറക്കില്ല നബിയേ. അങ്ങയെ സ്നേഹിച്ചവനുണ്ടല്ലോ, അങ്ങയോട് സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ, അവനെ ഞാൻ മറക്കില്ല നബിയേ. നാളെ പെരുമാതുറ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, ചെമ്പിന്റെ തറയിലാട് വാപ്പാ. അല്ലാഹുവേ, തലയുടെ മുകളിൽ സൂര്യൻ തെച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹ്, മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ് അന അസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. ഹൗദുൽ കൗസറിലെ വെള്ളം ഞാൻ അവന് കൊടുക്കും നബിയേ. ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കൗസർ എന്ന് പറയുന്ന മുത്തുനബിക്ക് അല്ലാഹു കൊടുക്കുന്ന അതാ ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചാ പിന്നെ ഒരു കാലത്തും ദാഹമുണ്ടാകാത്ത കൗസർ എന്ന് പറയുന്ന പാനീയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന വാപ്പാ, നിനക്കല്ല കുടിപ്പിക്കുമുപ്പാ. മീകായിൽ എന്ന് പറയുന്ന മലക്ക് നിനക്ക് കുടിക്കാ കോരിത്തരികയാ. പടച്ചവനെ, മൂന്നാമത് പറയുന്ന മലക്കാരാ മഹാനായ ഇസ്രാഫീൽ.
ജിബ്രീൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ മറക്കില്ല നബിയേ, ഞാൻ മറക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഉമ്മ, ഇനി മുതൽ തീരുമാനിക്ക്, പടച്ചവനെ ഞാൻ ഉറപ്പായിട്ടും പറയും ഉസ്താദ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് പറഞ്ഞാൽ നാളെ പെരുമാതറ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, അല്ലാഹുവേ പിൻദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, വളരെ വൃത്തികെട്ട രീതിയിൽ നാളെ ജനങ്ങൾ ഇങ്ങനെ പെരുമാതറ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയോ, നിലവിളി യാ വൈലതാ യാ ഹസ്രതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ, ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹ്, ഭയാനകമാണ് ചെറുപ്പക്കാരാ. ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇളാ. സുഹൃത്തുക്കളെ, അല്ലാഹുവേ, മഹാനായ തഅബ ഉസ്താദ് പെടുന്ന ഭയാനകമായ അവസ്ഥയെ കുറിച്ച് വിശദീകരിക്കുകയാ. നാളെ പരലോകത്ത് കടന്നു വരുമ്പോ വാപ്പയില്ല, ഉമ്മയില്ല, കൂടപ്പറപ്പില്ല, ഭാര്യ ഭർത്താവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. അല്ലാഹുവേ, അല്ലാഹുവേ, ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, സലാത്ത് പറഞ്ഞ പെണ്ണ് നീ അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുകയാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുകയാ. എന്തേ ഇസ്രാഫീലേ, എന്തേ ഇസ്രാഫീലേ, അല്ലാഹ് നബിയുടെ മേലെ സ്വലാത്ത് പറഞ്ഞ ഈ പാവപ്പെട്ടവളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ പെണ്ണുണ്ടല്ലോ, ഇവളുടെ ഈ പെണ്ണിന്റെ പാപം പൊറുക്കാതെ അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ഇസ്രാഫീൽ പറയുകയാണല്ലോ, എഴുന്നേക്കത്തില്ല റബ്ബേ, എഴുന്നേക്കത്തില്ല റബ്ബേ, ഈ പെണ്ണിന്റെ പാപം പുറത്തു കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല അല്ലാ. നിനക്ക് വേണ്ടി സുജൂദിൽ കിടക്കുകയാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കിടന്നിട്ട് നിന്റെ പാപം പൊറുക്കുന്നത് വരെ, അല്ലാഹു നിനക്ക് പുറത്തു തരുന്നത് വരെ അവിടെ നിന്ന് തല ഉയർത്താതെ കരയും നബിയേ. ഞാൻ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും നബിയേ. ഇത് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവർക്ക് കിട്ടുന്നതാ. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. ഞാനും മറക്കൂല നബിയേ, ഞാനും മറക്കില്ല നബിയേ. പടച്ചവനെ, അതാ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന അതാ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴിയല്ലേ ഉള്ളൂ, അവിടെ ഷോർട്ട് കട്ടില്ലല്ലോ. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുകളിലൂടെ വേണം നടന്നു പോകാൻ. അതിൽ കേറാത്ത മനുഷ്യനില്ലല്ലോ.
സർവരും അതിന്റെ മുകളിൽ കേറണ്ടവരാ. മോനെ വല്ലാത്ത നീളമാടാ. പെണ്ണെ തലമുടിയെടുത്തിട്ട് 7 കീറാൻ പറ്റുമോ? 7 നിന്റെ ഒരു മുടിയെടുത്ത് ഇങ്ങനെ കീറിയെടുക്ക്. എന്നിട്ട് അതിലെ ഒരംശത്തിന്റെ വലുപ്പം അറിയുമോ? അതുപോലെ നേർമയുള്ളതാ. ആസിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെയല്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ലോ. വല്ലാത്ത നീളമാ, വല്ലാത്ത ഇരുളാ. വാളിന്റെ അഗ്രഭാഗത്തിനെക്കാളും മൂർച്ചയാ. അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനെക്കാളും വല്ലാത്ത മൂർച്ചയാ. ഈ പാലം കേറിയിട്ട് വേണം നീ സ്വർഗത്തിലെത്താൻ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, ജിബ്രീൽ വരികയാ. അന ആഖിദം ബിയദിഹി വയമുറു അലാ സിറാത്ത്. നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ജിബ്രീൽ നിന്റെ കയ്യിൽ പിടിക്കുകയാ. വാടാ ചെറുപ്പക്കാരാ, നീ മുത്തുനബിയെ സ്നേഹിച്ചവനോ, നീ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനോ, പടച്ചവനെ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണേ. നിങ്ങൾ പറയുന്ന സ്വലാത്തുകൾ എന്റെ മുന്നിലതാ കാണിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ നാലാമത്തെ കാര്യമെന്താ? പടച്ചവനെ ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമിൽ ജുമുഅ അല്ലാഹു ലഹു മിൻ നൂർ മാ ബൈനൽ ജുമുഅതൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാലാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു. 10 മണി ആകാറായതുകൊണ്ടാണ് നോക്കണേ. ഇനിയുണ്ടല്ലോ ഇൻഷാ അല്ലാഹ് 7 മിനിറ്റ് കൂടെ ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി, എന്നെയും നോക്കുന്നു, വാച്ചിലും നോക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറഞ്ഞൂടെ? നിർത്തണോ? ദുആ ചെയ്യണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. ബക്കറ്റ് വീരും ഉണ്ടോ അപ്പൊ ഇവിടെ? ആ പൊക്കിയ കൈ പോക്കറ്റിട്ടെ. ആ പൊക്കിയ കൈ നേരെ പോക്കറ്റ് ഇട്ടിട്ട് ഒരു നല്ല സദക്ക എടുക്ക്. അസ്സദഖത്തു റദ്ദുൽ ബലായ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. എടാ, രോഗത്തിന് മരുന്നില്ല എന്ന് ആരാ പറഞ്ഞേ? പൈസ കൊടുത്തിട്ട് ചികിത്സിക്കണം. സദക്ക കൊടുത്തിട്ട് ചികിത്സിക്കണം. ആശുപത്രി കൊണ്ടുപോയി കൊടുത്തിട്ടല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ടല്ല, സദക്ക കൊടുത്തിട്ട് നീ ചികിത്സിക്കുകയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് രോഗവും മാറും, ഏത് പ്രയാസവും മാറും, ഏത് ഷർറു മുസീബത്തും മാറും. സദക്ക കൊണ്ട് ചികിത്സിക്ക്. അസ്സദഖത്തു റദ്ദുൽ ബലായ. സദക്ക വിപത്തിനെ തട്ടിമാറ്റും, ആക്സിഡന്റിനെ തട്ടിമാറ്റും, മാരക രോഗങ്ങളെ തട്ടിമാറ്റും, എല്ലാ പ്രയാസങ്ങളും മാറ്റും. അതുകൊണ്ട് പോക്കറ്റിൽ പൈസ ഉണ്ടോ ഇല്ലേ നീ നോക്കണ്ട, കൈയിട്ടോ, നിനക്കുള്ള പ്രതിഫലം. പോക്കറ്റിൽ കൈയിട്ടാൽ തന്നെ പ്രതിഫലം കിട്ടും. എല്ലാരും ഒന്നിട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്നിട്ടോ, ഒന്ന് ഇടുവാപ്പ, മസിൽ പിടിച്ചിരിക്കല്ലേ, വെറുതെ 8ന്റെ പണി വാങ്ങിക്കല്ലേ. അസ്രായിൽ മലക്കുകൾ തലയുടെ മുകളിൽ നിന്ന് പ്രാവും. ഇൻഷാ അല്ലാഹ് വന്ന് കൈയിട്ട എല്ലാരും. ചങ്ങാതി, താടിയൊക്കെ വളർത്തിയിട്ടുണ്ട്, സുന്നത്ത, പതുക്കെ പോട്ടെ, ഓടരുത്, സമാധാനത്തോടെ. അതാ പിടിച്ചൗപ്പ വാടാ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ബക്കറ്റ്. ബിസ്മില്ലാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. നിനക്ക് വീട് വെക്കാനൊന്നും അല്ല. ഇവിടെ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ പിടി. ആദ്യം ഇങ്ങോട്ട് കയറി ഇൻഷാ അല്ലാഹ്. എടുത്ത് എല്ലാവരും സമാധാനത്തോടെ ഇൻഷാ അല്ലാഹ്. ആരും ഓടല്ലേപ്പാ, ബക്കറ്റ് എടുക്കാൻ പേടിയാ, കാരണം ഓടിക്കളയും. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.
ആമീൻ പറ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നൽകിയ നിഅമത്തുകളൊക്കെ അള്ളാഹു മരിക്കുപോലെ നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 സ്പീഡിൽ പോകല്ലേടാ, ഒറ്റയ്ക്കേ ഉള്ളോ? ഒരാളെ ഉള്ളു, ഒരു ബക്കറ്റേ ഉള്ളു, എല്ലാവരും മുന്നിലും പോകണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. 4ാമത്തെ കാര്യം, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. നമ്മൾ ആരാ പോവുക? അത്ര എളുപ്പമുള്ള സൂറത്തൊന്നും അല്ലല്ലോ, ഇത്തിരി വലിയ സൂറത്തല്ലേ. വലിയ സൂറത്താ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം നിങ്ങൾ. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച കഹ്ഫ് ഓതാൻ പറയണേ? ആരാപ്പോ ഓതുക? ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. ഏത് പെണ്ണാ ഓതുക? സൂറത്തുൽ കഹ്ഫ് ആരെങ്കിലും പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം 2 ജുമുഅയ്ക്കിടയിലുള്ള അത്രയും പ്രകാശം അവന് ലഭിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ പരലോകത്ത് ചെല്ലുമ്പോ കിട്ടുന്ന പ്രതിഫലം ഈ വെള്ളിയാഴ്ച കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച ആ അത്രയും ഒരാഴ്ചയുടെ ഇടയിലുള്ള അത്രയും പ്രകാശം അള്ളാഹു നിനക്ക് നിറച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്രയും വലിയ പ്രതിഫലം. ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേൾക്ക്. നിങ്ങൾ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഒരാഴ്ച നീ പേടിക്കണ്ട. അതാ, ഒരു വെള്ളിയാഴ്ച നീ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ നോ ടെൻഷൻ, നോ പ്രയാസം, നിനക്കൊന്നുമില്ല. അള്ളാഹു നിന്റെ ഉത്തരവാദിത്തം, ഒരാഴ്ചത്തെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പിന്നെന്തിനാ പേടിക്കണം? എടാ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ അടുത്ത വെള്ളിയാഴ്ച വരെ നീ ഒന്നിനെയും പേടിക്കണ്ട. നിനക്ക് ഒരു ഷർറോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും അള്ളാഹു വരുത്തൂല്ല. നിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കല്ലേ, പിന്നെ എന്തിനാ നീ പേടിക്കണേ? ഈ ലോകത്തിന്റെ അധിപനായ സമ്പത്ത് അള്ളാഹുടെ കയ്യിലില്ലേ? അധികാരം അള്ളാഹുടെ കയ്യിലില്ലേ? ഏത് രോഗത്തെയും ചികിത്സിക്കാൻ മരുന്നില്ലാതെ മാറ്റാൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? സർവ്വതും അള്ളാഹുടെ കയ്യിലല്ലേ ഉള്ള. പിന്നെ എന്തിനാ നീ പേടിക്കണേ? ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞത് മുതൽ കഴിവിന്റെ പരമാവധി വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് മുമ്പ് ഓതി തീർക്കണം. പറ്റാത്തവർ അതിനുശേഷം ഏറ്റവും വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് മുമ്പ് നീ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യ്. അടുത്ത വെള്ളിയാഴ്ച വരെ നീയും നിന്റെ കുടുംബവും പേടിക്കാതെ ജീവിക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലെങ്കിൽ പേടിച്ച് വിറച്ച് ഭീരുവിനെ പോലെ ജീവിക്കേണ്ട അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അത്രയും നാൾ മഹാന മറ്റൊരു ഹദീസ് കാണാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവന്റെ കാൽപാദം മുതൽ വാനോളം വരെ, എന്റെ പ്രിയപ്പെട്ടവർ, ഇവന്റെ കാൽ ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ആകാശം വരെയുള്ള അത്രയും സ്ഥലം ഖിയാമത്ത് നാളിൽ അള്ളാഹു നിനക്ക് പ്രകാശം കൊണ്ട് നിറയ്ക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു പ്രകാശം കൊണ്ട് നിറയ്ക്കും. ഈ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ 2 ജുമുഅയ്ക്കിടയിലുള്ള പാപങ്ങൾ അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, വഗുഫിറ ലഹു മാ ബൈന ജുമുഅതൈൻ. 2 ജുമുഅക്കിടയിലുള്ള പാപങ്ങളുണ്ടല്ലോ, ഈ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് നാളെ ജുമുഅയ്ക്ക് മുമ്പ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച ജുമുഅ വരെ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കാൻ ആ സൂറത്ത് മതി. ചെറുപ്പക്കാരാ, നിന്റെ പാപം പൊറുക്കാനുള്ള വഴിയാണ് പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഹദീസുകൾ കാണാം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മക്കളെ കുറിച്ച് പേടി വേണ്ട, ജോലിയെ കുറിച്ച് പേടി വേണ്ട, വരുമാനത്തെ കുറിച്ച് പേടി വേണ്ട, ആരോഗ്യത്തെ കുറിച്ച് പേടി വേണ്ട, സമാധാനത്തെ കുറിച്ച് ടെൻഷൻ വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാഴ്ചത്തെ നിന്റെ സർവ്വകാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് നിനക്ക് സംരക്ഷണം നൽകി. അല്ലാഹു നിനക്ക്
സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? എത്ര മണിവരെ വഴുത് പറഞ്ഞാലും കേൾക്കാൻ നിങ്ങൾ ഇരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരുപാട് നേരം നിങ്ങളെ ഇരുത്തത്തില്ല. അതിന്റെ കാരണം എന്തെന്നറിയുവോ? നാളത്തെ സുബഹി ജമാഅത്തായി നിസ്കരിക്കണേ. സാധാരണ സുബഹി പോലെയല്ല, സാധാരണ ദിവസത്തെ സുബഹി പോലെയല്ല. വെള്ളിയാഴ്ചത്തെ സുബഹി നമസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഉച്ചയ്ക്ക് 1 മണിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാ മാത്രം പോരാ സഹോദരാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ചത്തെ സുബഹി ഉണ്ടല്ലോ, മറ്റു ദിവസങ്ങളെ പോലെയല്ല. സുബഹിയുടെ ജമാഅത്ത് മുടക്കല്ലേ. قال النبي صلى الله عليه وسلم أفضل الصلوات عند الله صلاة الصبح يوم الجمعة في جماعة. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ അടുക്കല് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തില് ജമാഅത്തായുള്ള സുബഹി നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുബ്ഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് വെള്ളിയാഴ്ചയിലെ ജുമുഅ ദിവസത്തിലെ സുബഹി ജമാഅത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും നിസ്കരിക്കാറില്ല. എന്താടാ വെള്ളിയാഴ്ച ജമാഅത്ത് മുടക്കിയിട്ട് സുബഹി നമസ്കരിക്കാത്ത നിനക്കുച്ചയ്ക്ക് പള്ളിയിൽ വന്നിട്ട് എന്ത് കിട്ടാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് നാളത്തെ സുബഹി ജമാഅത്തായി നിസ്കരിക്കണേ. മുടക്കിക്കളയല്ലേ, വെറുതെ മുടക്കല്ലേ, കളയാക്കല്ലേ. അല്ലാഹുവിന്റെ അടുക്കൽ ജമാഅത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് അത് വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്താ. എന്റെ പ്രിയപ്പെട്ടവരെ, ആറാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എല്ലാവരും കുളിക്കുന്നവരാ, എല്ലാ ദിവസവും കുളിക്കുന്നവരാ. പക്ഷേ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് വേണ്ടിയുള്ള കുളിയുണ്ടല്ലോ, അത് സാധാരണ കുളി പോലെയല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ജാ അഹദുകുമുൽ ജുമുഅ ഫൽയഗ്തസിൽ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് വരുന്നവരെ നിങ്ങൾ കുളിച്ചിട്ട് വരണേ, നിങ്ങൾ കുളിച്ചിട്ട് വരണേ. ജുമുഅയ്ക്ക് വേണ്ടി നിങ്ങൾ കുളിക്കണേ. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉസ്ലി യൗമൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തമിൽ. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പ്രായപൂർത്തി എത്തിയ എല്ലാ മനുഷ്യർക്കും വെള്ളിയാഴ്ച ദിവസത്തെ കുളി നിർബന്ധമാ. ജുമുഅയ്ക്ക് വരുന്നവർ കുളിക്കണം സഹോദരാ. കുളിച്ചിട്ട് വേണം പള്ളിയിലേക്ക് കടന്നു വരാൻ. മഹാനായ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കണേ. മഹാനായ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അവിടെ പറയുകയാണ്, ജുമുഅ ദിവസം ആരെങ്കിലും കുളിച്ച് മീശ വെട്ടുകയും നഖം മുറിക്കുകയും വസ്ത്രം നല്ലതുപോലെ ശുദ്ധീകരിക്കുകയും. മഹാനായ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വെള്ളിയാഴ്ച ദിവസം കുളിക്കണം, മീശ വെട്ടണം. വെള്ളിയാഴ്ച ദിവസം മീശ വെട്ടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, തലയിൽ എണ്ണ തേക്കണം വെള്ളിയാഴ്ച, ചുമ്മാ കുളിച്ചാ പോരാ. വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെ ചെയ്യണം? എണ്ണ തേക്കണം, തലയിൽ മീശ വെട്ടണം.
അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നഖം വെട്ടണം, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെവിടെ വെട്ടുന്നേ? ആരാ മീശ വെട്ടേണ്ടത്? ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കേണ്ടത് ഭാര്യ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് വെട്ടിക്കൊടുക്കണം? നമ്മൾ ബംഗാളിയെ കൊണ്ടാ വെട്ടിക്കണേ. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം. ആര്? നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച ദിവസം ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണുങ്ങൾ പറയാ തലയിലല്ലേ എണ്ണ കുളിപ്പിച്ച് കിടത്തേണ്ട സമയം കഴിഞ്ഞു, എണ്ണ തേക്കാൻ അങ്ങോട്ട് ചെന്നാ മതി. ഭാര്യയുടെ മുന്നിൽ പോണ എണ്ണ തേക്കാൻ തലയായിട്ട് സുബ്ഹാനല്ലാഹ്. ഇനി മീശയല്ല വെട്ടിക്കൊടുക്കണ, തല തന്നെ വെട്ടിക്കളയ. അങ്ങനത്തെ കയ്യിലിരിപ്പ ഭർത്താവിന്. അങ്ങാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഇങ്ങാരുടെ സ്വഭാവം എനിക്കല്ലേ അറിയൂ ഉസ്താദ്. അതന്നെ നിങ്ങൾ ആരെങ്കിലും എന്തുകൊണ്ടാ നിന്റെ ഭാര്യയല്ലേ നിന്റെ തലയിൽ എണ്ണ തേച്ച് തരേണ്ടത്, എന്തുകൊണ്ടാ നിങ്ങൾ കൊടുക്കാത്ത? പണ്ട് ഇപ്പോഴല്ലേ ബാർബർ ഷോപ്പൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവിന് മീശ വെട്ടി കൊടുക്കുന്ന കത്രിക എടുത്തോണ്ട് പോയി കണ്ണാടി പിടിച്ചു കൊടുത്ത് വെട്ടും. അന്ന് ഈ മുടി വെട്ടുന്ന ആൾക്കാർ വീട്ടിൽ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടണം. ഭാര്യയാണ് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ ഒരു വല്ലാത്ത സുഖമുള്ള ജീവിതമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കതൊക്കെ ഓർക്കുമ്പോ തന്നെ ടെൻഷനാ. അള്ളാഹു പറഞ്ഞു പെണ്ണ് കെട്ടിയാ സമാധാനം കിട്ടും. അള്ളാഹ് എന്താ പറഞ്ഞ്? കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും. നമ്മൾ പെണ്ണ് കെട്ടിയപ്പോ സമാധാനം പോയി. അള്ളാഹ് അവസ്ഥ. അള്ള പറഞ്ഞ കല്യാണം കഴിച്ച സമാധാനം അള്ളാഹു അല്ലെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അള്ളാഹു പറഞ്ഞത് നീ വിവാഹം കഴിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും, സാമ്പത്തിക നേട്ടമുണ്ടാകും, ബർക്കത്തുണ്ടാകും. നമ്മൾ കെട്ടിയപ്പോ എല്ലാം പോയി കൊത്തുവാളയെടുത്തു. എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റാകില്ല. ഖുർആൻ പറഞ്ഞത് ശരിയാ. പക്ഷെ തെറ്റാനുള്ള കാരണം നമ്മുടെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്? നിങ്ങൾ പഠിക്കു സഹോദര. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതല്ലേ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കോ. അരക്കയ്യന്മാരെയൊന്നും അവിടെ കേട്ടത്തില്ല. പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കിക്കോ. അൽഹംദുലില്ലാഹ്. താത്തമാരൊക്കെ ഒന്ന് കൈവക്കിക്കോ. സ്വർഗത്തിൽ പോകാൻ മോതിരം തിളങ്ങുന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഫർദക്കകത്ത് പിടിച്ചിടാതെ ഇന്ന് തരാവുള്ളതല്ലേ. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളൊരു ചരിത്രം ഞാൻ പറയാം. ഈ ആടിനെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന്. ഇൻഷാ അല്ലാഹ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കൂടെ നടക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകാനാണ്. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോ അല്ലാഹ് ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്ത? സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബിയോട് അള്ളാഹു ചോദിക്കുകയാ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. അള്ളാഹുവേ, ജോലിയുണ്ടോ, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, എല്ലാമുണ്ട് സ്വർഗത്തിൽ. കഷ്ടപ്പാടില്ല, വിയർപ്പില്ല, മലമില്ല, മൂത്രമില്ല, ഒന്നുമില്ല, ദുർഗന്ധമില്ല. എല്ലാവർക്കും 33 വയസ്സ്, എല്ലാവർക്കും ഒരേ സൗന്ദര്യം. അപ്പൊ എല്ലാരും ഇങ്ങനെ അതാ സ്വർഗം. സ്വർഗത്തിലേക്ക് പോകൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം മഹാനായ ആദം നബി സ്വർഗത്തിലൂടെ നടക്കുമ്പോ അള്ളാഹു ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? അള്ളാഹ് ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല. അള്ളാഹ് എന്താ പറയണേ? അള്ളാഹ് ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. എന്തോ ഒരു കുറവുള്ളതുപോലെ. എവിടെ വെച്ചാ മനുഷ്യ പറഞ്ഞ? സ്വർഗത്തിൽ വെച്ച്. അള്ളാഹുടെ സ്വർഗത്തിൽ വെച്ചിട്ട് ആദം നബി പറയണ ഒറ്റയ്ക്ക് നടന്നിട്ട് എന്തോ ഒരു പ്രയാസം. അള്ളാഹ് ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാ ആദം നബിക്ക് സമാധാനം കിട്ടി. അപ്പൊ ആലോചിക്ക്, സ്വർഗത്തിനെക്കാളും വലിയ സന്തോഷം കുടുംബജീവിതത്തിനല്ലേ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം, അതാണ് സഹോദര ഏറ്റവും ലോകത്തെ ഏറ്റവും മനോഹരം കുടുംബജീവിതമാണ്. ഭർത്താവ് ഭാര്യയുടെ തലയിൽ, ഭാര്യ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം. പെങ്ങളെ, നിനക്കറിയോ പ്രതിഫലം? നിനക്കറിയോ നിന്റെ പാപങ്ങളാവുന്ന പുറത്തുതരണേ? നിന്റെ ഇക്കാടെ തലയിൽ ഇത്തിരി എണ്ണ തേച്ചു കൊടുക്കുന്നതിലൂടെ നിന്റെ പാപം അള്ള പുറത്തു തരും. സ്നേഹത്തോടെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. കാമുകിയുടെ കയ്യിൽ, കണ്ടവന്റെ ഭാര്യയുടെ അല്ല,
കണ്ടവന്റെ ഭാര്യയുടെ അല്ല, സ്വന്തം ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച ഈ കൈയുടെ വിരലുകൾക്കിടയിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും പാപം അല്ലാഹു പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എടാ, സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലം അറിയോ? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അജിരിക്കൂല. അയൽവാസിയുടെ ഭാര്യ നോക്കിയിട്ട് ആമിന സുഖാണോടി, തിന്നോടി. സ്വന്തം പെണ്ണുപിള്ളയെ കാണുമ്പോഴും മറുതാന്ന് വിളിക്കണേ. ഇവിടെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയ കിട്ടുന്ന പ്രതിഫലം അറിയും. അല്ലാഹു അഅലം. നീ ഒന്ന് നോക്ക് നിന്റെ ഭാര്യയെ, എന്ത് സുന്ദരി എന്നറിയോ? നീ കണ്ടവന്റെ ഭാര്യയെ നോക്കിയിട്ട് സൗന്ദര്യം പറയടാ, നിന്റെ ഭാര്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൾ. നിനക്ക് വേണ്ടി ജീവിക്കുന്നവളാ നിന്റെ ഭാര്യ. നീ അവളുടെ മുഖത്ത് നോക്ക്. ഇപ്പൊ നിങ്ങൾ പറയും ഉസ്താദെ, ഇതെന്റെ പെണ്ണുമ്പിള്ളയെ എടുത്ത് പറയാൻ. നിന്നോടും കൂടെ പറയണത്, നീ സ്വന്തം ഭർത്താവിന് കഷണ്ടിയായി മുടിയൊക്കെ നരച്ച് ഗ്ലാമറില്ല, എപ്പോഴും അകന്നകന്ന്. മോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് സ്നേഹത്തോടെ നീ നോക്ക്. നോക്കുന്നതിന് പോലും കൂലിയല്ലേ? അള്ളാഹുവെ, ഒന്ന് കൈ പിടിച്ച പാപം പൊറുക്കല്ലേ? എന്റെ പെങ്ങളെ, നീയാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. ഭർത്താവിന്റെ എന്ത് കാര്യം ചെയ്തു കൊടുത്താലും, വസ്ത്രം കഴുകി കൊടുത്താൽ എല്ലാത്തിനും നിനക്ക് പ്രതിഫലമാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പെണ്ണാണ്. പക്ഷെ എല്ലാം ഒറ്റ വാക്കിൽ നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. പെണ്ണിനെ പോലെ പ്രതിഫലമുള്ള ആരുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുഖത്ത് നോക്കിയാൽ, കയ്യിൽ പിടിച്ചാൽ, വസ്ത്രം കഴുകിയാൽ, ഭക്ഷണം വെച്ചാൽ, എന്ത് ചെയ്താലും പ്രതിഫലം 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 പ്രതിഫലം. പ്രസവിച്ച പ്രതിഫലം ഇല്ല, എല്ലാ പാല് കൊടുത്ത പ്രതിഫലം. എന്ത് കാര്യം ചെയ്താലും പെണ്ണിന് പ്രതിഫലം കിട്ടും. പക്ഷെ ഇത്രയും പ്രതിഫലം ഉണ്ടെങ്കിലും ഒറ്റ വാക്കിൽ അത് മുഴുവനും നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതേത് വാക്കാ? ഏത് വാക്കാ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നന്ദിയില്ലാത്ത വാക്ക് പറയും പെണ്ണുങ്ങൾ. നന്ദിയില്ലാത്ത വാക്ക് പറയും. നിങ്ങൾ ഉദാഹരണത്തിന് 10 കൊല്ലമായി വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും വഴക്കില്ല, ബഹളമില്ല, സന്തോഷം, സമാധാനം എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ അവളുടെ കുടുംബത്തിൽ ഒരു കല്യാണമാണ്. ഓള് കെട്ടിവന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു നല്ല ഒരു സാരി വേണം, വില കൂടിയ ഒരു സാരി വേണം. അല്ലാഹുവേ, അങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിച്ചു. കല്യാണത്തിനൊക്കെ ഡേറ്റ് അടുത്ത് വന്നു. പടച്ചോനെ, ഓള് പറഞ്ഞ കാര്യം വാങ്ങാതെ എങ്ങാനും നിങ്ങൾ വീട്ടിലൊന്ന് കയറിപ്പോയി നോക്കിക്കേ. നമ്മുടെ ഭാര്യ പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ വാങ്ങിക്കാതെ വീട്ടിനകത്തേക്ക് കയറിപ്പോയാ നമ്മുടെ ഭാര്യ പറയുന്ന വാക്കെന്തെന്നറിയോ? അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ 10 കൊല്ലം ചെയ്തത് മുഴുവനും പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. നന്ദിയില്ലാത്ത വാക്ക്, ഒരൊറ്റ വാക്ക് പറയും, ഇന്ന് വരെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ പറച്ചലാണ്. ആ ഒരൊറ്റ പറച്ചലിലൂടെ നിന്റെ എല്ലാം പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവന്ന ഭാര്യയ്ക്ക് കൊടുക്കും. നമ്മൾ മോന്തും. നമ്മൾ ആദ്യം ചെയ്യും പഠിക്കേണ്ടത്, മണിയറയിൽ ഭർത്താവ് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും. അങ്ങനെയല്ലേ ഉസ്താദ്? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരല്പം പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ, ഇന്ന് ആയിഷ നീ കുടിക്കെന്ന് പറഞ്ഞ ആയിഷ ബീവിയുടെ കൈ കൊടുത്തു. ആയിഷ ബീവി കുടിച്ചു. കുടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു കൊടുത്തപ്പോ ആ പാത്രം ഇങ്ങനെ മേടിച്ചിട്ട് എന്തോ നോക്കുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി എന്താ നബിയെ കളഞ്ഞു പോയതുപോലെ നോക്കണേ? അല്ല ആയിഷ, നിന്റെ ചുണ്ട് എവിടാ വെച്ച് കുടിച്ചേന്ന് നോക്കുവാന്ന്. നീ എവിടെയാണോ ചുണ്ട് വെച്ച് നോക്കി, ഇവിടാണ്. ആയിഷ ബീവി ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് മുത്തി നബി ചുണ്ട് വെച്ചിട്ട് പാല് കുടിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും തിന്ന പാത്രത്തിനകത്ത് നിങ്ങളുടെ ആമിന തിന്നുമോ? പറമനിച്ച പണ്ടുള്ള ആൾക്കാര് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിൽക്കും, ഭാര്യമാര് നോക്കി നിൽക്കും, ആ പാത്രത്തിൽ ഇത്തിരി ബാക്കി ഉണ്ടാകും കഴിക്കാൻ. ഇന്നോ പറമ്പി നോക്കിയാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂൽ അതാ കുടുംബജീവിതം എന്ന് പറയും. ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കലും മാത്രമല്ല. ഈ പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയോ? ഈ പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വീട്, ആരുടെ വീട്ടിലാണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ആ വീടാണ് പെരുമാതുറയിലെ ഏറ്റവും മനോഹരമായ വീട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? ഒന്ന് കൈവയ്ക്കുക. അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും പൊക്കറോ? ആരാ? അൽഹംദുലില്ലാഹ്, നിങ്ങൾ രക്ഷപ്പെട്ടു മനുഷ്യാട്ടാ.
ഇതായിരിക്കേണ്ടത്. സ്വന്തം ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് അതാ വീട്, അതാ വിഷയം ഞാൻ പറഞ്ഞത്. പഠിക്കണം. കുടുംബജീവിതം തന്നെ ഒരു 2 ദിവസം വഴുത് പറയണം ഇൻഷാ അല്ലാ. അടുത്ത കൊല്ലമെങ്കിലും ഒരു 2 ദിവസം വഴുത് പറയണം കേട്ടോ ഇൻഷാ അല്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ദിവസം ഭർത്താവിന് ഭാര്യയോടുള്ള കടമ, 2ാമത്തെ ദിവസം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ നമുക്ക് പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ, ഇതിനേക്കാളും വലിയ, അതുകൊണ്ട് ബഹുമാനമില്ല, ഒന്നുമില്ല. പഠിക്കണം പെങ്ങളെ. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഭർത്താവ് ആരെന്ന് പിടിക്കോ അറിയോ? ആരാ ഭർത്താവിനോട് ചോദിക്കേണ്ടത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി